താമസിക്കുന്നത്. അദ്ദേഹം അവിടെയുള്ള IFS സംയോജിത കൃഷി, ആട് വളർത്തൽ, പശുവളർത്തൽ പ്രാക്ടിക്കലായിട്ട് അവിടെ കാണിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. അതുപോലെ നമുക്ക് 3-ാമത്തെ ദിവസം വൈകിട്ട്. അപ്പോൾ 3 ദിവസം നിങ്ങളുടെ നിർബന്ധമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇതിൽ കാര്യം ഇന്ന് വന്നിട്ട് നാളെ പോകണമെന്ന് പറയുന്നത്, നേരത്തെ പോകണമെന്ന് പറയും. 4 മണിക്ക് വേണം, എനിക്ക് പശു ഉണ്ടാക്കാനുണ്ട്, പിന്നെ സ്കൂളിൽ പോയിട്ട് വീട്ടിലുണ്ട്, അങ്ങനെയൊക്കെ കൊണ്ട് ആൾക്കാർ പോകുമല്ലോ. എന്തായാലും നമുക്ക് ഇതുപോലെയൊക്കെ ഫാക്ടറി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം അവരുടെ കയ്യിൽ നമുക്ക് കിട്ടാൻ ഇത്തവണ ഒരു മാറ്റത്തിലേക്ക് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വിജയമായി. പിന്നെ ഇപ്പോൾ സംയോജിത കൃഷിയിൽ കോഴി വളർത്തലുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചില്ല, തലവർക്ക് ചെയ്തത് കൊണ്ടാണ്. ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ട്രെയിനിങ് സെന്റർ അവിടുത്തെ ഫാക്കൽറ്റി അത്യാവശ്യം വരാറുണ്ട്. ഏതായാലും കൃഷി ചെയ്യണമെന്നുള്ള ചെയ്യാനേ നേരം ഉണ്ടാവും. ഈ ചർച്ച മുന്നോട്ട് പോകും. പ്രസക്തി ഔട്ട്ഡേറ്റഡ് ആയിരുന്നു, കാലഘട്ടപ്പെട്ടു പോകാത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം പശു വളർത്തൽ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ സ്ഥലം കൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കരിമ്പം ഫാമിൽ ഒരു ക്ലാസ്സിന് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ക്ലാസ് കേൾക്കുന്നതാണ്. ഇതാണ് ഫാമിലെ ഓഫീസ്.